അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ദിലീപിന് മഞ്ജു വാര്യർ ഷേക്കിന്റെ കൊടുക്കുന്നത്. അപ്പൊ സംഭവം നടക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിസ്റ്റിൻ ജോസഫിന്റെ ഒരു പുതിയ തിയേറ്റർ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തിയേറ്ററിന്റെ ഉള്ളിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. അപ്പൊ അത് വലിയൊരു ഇവന്റ് ആയിരുന്നു. എനിക്ക് പൃഥ്വിരാജ് തുടങ്ങി, VD സതീശൻ തുടങ്ങി, മഞ്ജു വാര്യർ, ദിലീപ്, അല്ലെങ്കിൽ ജയസൂര്യ, ഒരുപാട് കുഞ്ചാക്കോ ബോബൻ, ഒരുപാട് നടന്മാരും നടിമാരൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇവന്റ് ആയിരുന്നു. അപ്പൊ അതില് ഈ ദിലീപ് സ്റ്റേജിലേക്ക്, അതായത് തിയേറ്ററിലേക്ക് കയറി പോണ സ്ഥലത്ത് മഞ്ജു വാര്യർ ഇരിക്കണ്ടായിരുന്നു. അപ്പോ ദിലീപിനെ കണ്ടപ്പോ തന്നെ മഞ്ജു വാര്യർ എഴുന്നേറ്റ് പോയിട്ട് ഷേക്കിന്റെ കൊടുത്തു ചിരിച്ചിട്ട്. അപ്പൊ ദിലീപും കൈ കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞ് മഞ്ജു വാര്യറിന്റെ ഇപ്പോഴത്തെ ജയസൂര്യം പൃഥ്വിരാജ് ഇരിക്കണ്ടായിരുന്നു. അപ്പൊ അതിലെ ആൾക്കാര് പൃഥ്വിരാജിന് കളിയാക്കണ്ട, അതായത് പൃഥ്വിരാജും ജയസൂര്യം നമ്മുടെ ദിലീപിനെ കാണാത്ത പോലെ മൈൻഡ് ചെയ്യാത്ത പോലെ ഇരിക്കുകയായിരുന്നു. അപ്പോ പൃഥ്വിരാജും ദിലീപും തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. അത് കുറെ നാളായിട്ട് 10-20 വർഷമായിട്ട് മലയാള സിനിമയിലുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇരിക്കെ ഈ പൃഥ്വിരാജ് പുള്ളിക്കാരൻ മൈൻഡ് ചെയ്യാണ്ട് ഇരിക്കുകയായിരുന്നു ആദ്യം. പക്ഷെ മഞ്ജു വാര്യർ ഷേക്കിന്റെ കൊടുത്തപ്പോ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ഇങ്ങനെ നാണംകുണികളുടെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നാണക്കേടാ പറഞ്ഞില്ല. അപ്പൊ അവരും എനിക്ക് ചിരിച്ച് മര്യാദ കാണിച്ചു. അത് നല്ല കാര്യം, മര്യാദ കാണിക്കണമല്ലോ എപ്പോഴും, പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പൊ ഇതിലിപ്പോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ നല്ലൊരു കപ്പിളായിരുന്നു മഞ്ജു വാര്യറും ദിലീപും, അല്ലെങ്കിൽ ഇവർ പിരിയരുതായിരുന്നു പറഞ്ഞ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ കാലം മായ്ക്കാത്ത വൈരാഗ്യങ്ങളില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ടോക്കുകൾ, കുറെ ഡിസ്കഷൻസ് നടക്കുന്നതിന്റെ പേരില്. അപ്പൊ ഇതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് മനസ്സിലാക്കണം, ഇപ്പൊ ദിലീപും മഞ്ജു വാര്യറും നമ്മളുടെ വിഷയം അവർക്ക് അറിയാം. അവര് ഡിവേഴ്സ്ഡ് കപ്പിൾസ് ആണ്. അവർ തമ്മിൽ ഒരു കുട്ടി വരെയുണ്ട്, അവർക്ക് മോള് വരെയുണ്ട്. അതിന് പിന്നെ ദിലീപ് കാവ്യമാധവനെ കല്യാണം കഴിച്ചു. അപ്പോ മലയാള സിനിമയില് ഒരു പവർ കപ്പിൾ ആയിരുന്നു ഇവര് തുടക്കത്തിൽ കല്യാണം കഴിഞ്ഞ സമയത്ത്. മഞ്ജു വാര്യർ, ദിലീപ് എന്ന് പറഞ്ഞ രണ്ടുപേരും അവരുടെ പീക്ക് സമയം അല്ലെങ്കിലും മലയാള സിനിമയിൽ അത്യാവശ്യം നല്ലൊരു സ്ഥാനം ഉറപ്പിച്ച കാലഘട്ടത്തിലാണ് ഇവർ കല്യാണം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇവര് ഡൈവേഴ്സായി. അത് കഴിഞ്ഞിട്ട് ഇവരെ പറ്റി ഏറ്റവും കൂടുതൽ ചർച്ച ഉണ്ടായിരുന്നു മറ്റേ നടിയെ ആക്രമിച്ച സമയത്താണ്. അപ്പൊ ആ സമയത്ത് ദിലീപിനെ എന്താ പറയാ ഒരുപാട് ആരോപണങ്ങളും സംഭവങ്ങളൊക്കെ മഞ്ജു വാര്യർ ദിലീപിനെതിരെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ദിലീപിനെ കുറെ ആക്രമിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോന്റെ ഒരു സബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ദിലീപും മഞ്ജു വാര്യറും ഇവർ ഡൈവേഴ്സ് ആയതും കല്യാണം കഴിച്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരെ ഭാഗത്ത് ഇപ്പൊ ഒരു വിഭാഗം ആൾക്കാര് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് മഞ്ജുവിനെ എതിർത്ത് പറയും. വേറൊരു വിഭാഗം ഈ പറഞ്ഞ സ്ത്രീപക്ഷമാണ് ആൾക്കാർ മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ദിലീപിനെ എതിർത്തും പറയും. പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ ഇതിൽ യഥാർത്ഥ കാര്യം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവരുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യം നമുക്ക് അറിയില്ല. നമ്മൾ ഈ കോടതിയിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ ഒരു നിഗമനം പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ അതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ കാര്യം, ഈ ഒരു ഇഷ്യൂല് ദിലീപിന്റെ ഭാഗത്തും മഞ്ജു വാര്യറുടെ ഭാഗത്തും തെറ്റുകളില്ല. രണ്ടുപേരും ശരിയാണ്. പറഞ്ഞ മനസ്സിലായോ. അധികം ആരും പറയാത്തൊരു കാര്യമാണ് അവിടെ. അപ്പൊ അതിന്റെ പോയിന്റിനെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. അതായത് ദിലീപും മഞ്ജു വാര്യരും കല്യാണം കഴിക്കണം. ഇവരുടെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടുപേരും ഒരു സിനിമ മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവർ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് ഇവർ ഡൈവേഴ്സ് ആണ്. അവിടെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ വ്യക്തി, പുള്ളിക്കാരത്തി നമ്മുടെ എന്താ പറയാ ഒരു എംപവേർഡ് വുമൺ ടൈപ്പ് ഓഫ് വുമൺ ആണ്. അതായത് നമ്മുടെ അതെന്ത് ടൈപ്പാന്ന് ഇപ്പോൾ ആൾക്കാർ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഭർത്താവിന്റെ കീഴിൽ നിൽക്കാൻ താല്പര്യമുള്ള വ്യക്തിയല്ല. അതായത് ഭർത്താവും ഭാര്യയും തുല്യത, അതായത് ബെറ്റർ ഹാഫ് എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ രണ്ടു വശം പോലെ, അതായത് ലൈഫ് പാർട്ട്ണർ ഈക്വൽ ആയിട്ട് കാണണം. അതായത് ഭർത്താവും ഭാര്യയും ഈക്വൽ, അതായത് ഇക്വാലിറ്റി. അവിടെ ആ ഒരു ബന്ധത്തിൽ മഞ്ജു വാര്യറിന് വേണ്ടിയിരുന്ന സംഭവം എനിക്ക് മനസ്സിലായത് ഒരു ഈക്വാലിറ്റി ആണ്. അതായത് ദിലീപിന്റെ അണ്ടറിൽ നിൽക്കാനല്ല, പകരം ദിലീപിനോടൊപ്പം തോളോട് തോൾ ചേർന്നിട്ട് അല്ലെങ്കിൽ ദിലീപ് ചെയ്യണ പോലത്തെ കാര്യങ്ങൾ ചെയ്ത് ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കാനാണ് മഞ്ജുവിന് താല്പര്യമായിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഞ്ജു വാര്യറിന്റെ ഒരു സിനിമയുണ്ട് സമ്മർ ഇൻ ബദലഹം. അതിലെ മഞ്ജു വാര്യറിന്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഫ്രീ ബേർഡ് പോലെ, അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല. ഇതിനോട് ഒരു ഡോമിനന്റ് ടൈപ്പ് ഓഫ് വുമൺ ആണ്. ഡോമിനന്റ് അല്ലെങ്കിൽ ഇതിനൊരു എന്താ പറയാ സ്ട്രിങ്സ് അറ്റാച്ച് ചെയ്യാണ്ട് പറന്നു പോകാൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ആ സ്ത്രീയായിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. പറഞ്ഞ മനസ്സിലായി. അതിനുള്ള കാരണങ്ങൾ പലതാണ്. ഈ പറഞ്ഞ പോലെ അതിൽ അഡോപ്റ്റഡ് ചൈൽഡ് ആണെക്കാണ്, അത് വേറെ ടോപ്പിക്. അപ്പോ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ. അത്രയ്ക്കും ഒരു എക്സ്ട്രോവേർട്ട് അല്ലെങ്കിലും പക്ഷെ ഒരു പരിധി വരെയൊക്കെ ഒരു ഭർത്താവിന്റെ അണ്ടർ ആയിട്ടൊരു എന്താ പറയാ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സോ കോൾഡ് ഭാര്യ അവൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മഞ്ജു വാര്യർ. പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ ദിലീപ് ആണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞ ദിലീപ് ആണെങ്കിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആ പുള്ളിക്കാരന്റെ സിനിമകൾ ഇപ്പൊ നമ്മുടെ മറ്റേ മിസ്റ്റർ മരുമകൻ സിനിമയായാലും അല്ലെങ്കിൽ അങ്ങനെ ദിലീപിന്റെ സിനിമകൾ നോക്കുമ്പോഴായാലും ദിലീപിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോഴായാലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലാണ്ട് മനസ്സിലായ കാര്യം വെച്ചാൽ ദിലീപത്തിനോട് ഒരു ഡോമിനന്റ്, അത് റിലേഷനിൽ ഇതിനൊരു ഡോമിനന്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ്. അതായത് ഭാര്യ പുള്ളിക്കാരൻ അണ്ടറിൽ വരണം, അല്ലെങ്കിൽ വിധേയത്വമുള്ള, അല്ലെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ചെയ്യണ അടക്കമൊതുക്കുള്ള ഒരു സ്ത്രീയാണ് പുള്ളിക്കാരന്റെ ഭാര്യയായിട്ട് വരേണ്ടത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപ്. പറഞ്ഞ മനസ്സിലായില്ലേ. അങ്ങനെയാണ് ദിലീപിന്റെ ഒരു ക്യാരക്ടർ എനിക്ക് മനസ്സിലായത്.
അപ്പൊ അവിടെയാണ് കാവ്യമാധവൻ പെർഫെക്റ്റ്ലി സിങ്ക് ആവുന്നത്. ഇപ്പൊ കാവ്യനെ എനിക്ക് മനസ്സിലായിട്ടെന്ന് വെച്ചാൽ കാവ്യമാധവൻ ഇത്തിരി കൂടി ഒരു ഒബീഡിയന്റ് വൈഫ്, അതായത് ഒബീഡിയന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ലേവറി അല്ല ഉദ്ദേശിക്കണം, പക്ഷെ പറഞ്ഞ ഭർത്താവിന്റെ വിധേയപ്പെട്ട് ഭർത്താവിനെ സന്തോഷിപ്പിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ, അതായത് ഭർത്താവ് പറഞ്ഞ പോലെ കാര്യങ്ങൾ, അതായത് ഭർത്താവിന്റെ തോളോട് തോൾ ചേർന്നല്ലെങ്കിലും ഭർത്താവിന്റെ തോളിന് അടിയിലാണെങ്കിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ കൂടുതൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരു ഭാര്യയായിട്ട് നിൽക്കാൻ പറ്റുന്ന വ്യക്തിയാണ് കാവ്യമാധവൻ. എനിക്ക് മനസ്സിലായ കാര്യം. അപ്പൊ അവിടെ പ്രശ്നമില്ല, കാര്യം ദിലീപിന് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് വേണ്ടിയിരുന്നത്, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ ഇവിടെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപും മഞ്ജു വാര്യരും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടുപേരും ഈക്വലി. അതായത് ഇവര് കല്യാണം കഴിക്കുമ്പോൾ ആദ്യം തന്നെ ഇവര്, അതായത് ഇപ്പൊക്കെ ആൾക്കാർക്ക് പിന്നെയും ബോധം വെച്ചു, പണ്ട് അതിനുള്ള ബോധം ഉണ്ടാവില്ല, പറഞ്ഞില്ല. ഇപ്പോഴും കുറെ ബോധമില്ലാത്ത ആൾക്കാരുണ്ട്, അവർക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതായത് ഒരു റിലേഷനിലേക്ക് എടുക്കുമ്പോൾ ഇപ്പൊ ദിലീപാണെങ്കിലും മഞ്ജുവാണെങ്കിലും ആണായാലും പെണ്ണായാലും നിങ്ങൾ ആദ്യം ആ റിലേഷനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ എന്നുള്ളൊരു ഐഡിയ അവതരിപ്പിക്കണം രണ്ടുപേരും. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ ആ റിലേഷനിൽ ഇത് രണ്ടുപേർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അവതരിപ്പിക്കുക. ഒപ്പം തന്നെ രണ്ടുപേരും സ്വഭാവ സവിശേഷതകൾ അവിടെ പരസ്പരം കൈമാറാം. ഒപ്പം തന്നെ എങ്ങനെയുള്ള ഭാര്യയാണ് വേണ്ടതെന്നുള്ളത് പുരുഷനെ അവതരിപ്പിക്കുക, എങ്ങനെയുള്ള ഭർത്താവാണ് വേണ്ടതെന്നുള്ളത് ഭാര്യ അവതരിപ്പിക്കുക. ഒപ്പം തന്നെ അത് യോജിച്ചു പോകാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് ഇതൊക്കെ അവതരിപ്പിച്ചിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കരുത്. ഒരു 1-2 വർഷം ഒപ്പം ജീവിച്ച് നോക്കുക, ഇതൊക്കെ പൊരുത്തപ്പെടാൻ പറ്റുമോ. ഇതൊക്കെ നോക്കിയാലും 100% പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷെ ഒരു 95% ഇതൊക്കെ നോക്കിയാൽ ഒരു പരിധി വരെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും, വലിയ കുഴപ്പമില്ലാണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ ഇതൊക്കെ നോക്കി നമുക്ക് ഒത്തുപോകാൻ പറ്റുന്ന വ്യക്തിയാണോ. ഇപ്പൊ ചില പുരുഷന്മാർക്ക് ഡൊമിനന്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടാവില്ല, റിലേഷനിൽ ഈക്വൽ ആയിട്ട് നിൽക്കണമെന്നുണ്ടാവില്ല, അവർക്ക് ഭാര്യയുടെ അണ്ടറിൽ നിൽക്കണം ആഗ്രഹമുള്ള പുരുഷന്മാരുണ്ട്, പറഞ്ഞ മനസ്സിലായി. ഈ ചില വീക്ക് ആയിട്ടുള്ള പുരുഷന്മാർ അവർക്ക് ഭാര്യയുടെ അണ്ടറിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ പലതരം ആൾക്കാരുണ്ട്, അത് പുരുഷന്മാരിലും സ്ത്രീകളിലും. രണ്ട് വിഭാഗക്കാരെ ശ്രദ്ധിക്കണത്, പറഞ്ഞ മനസ്സിലായി. ഒരാളെ മാത്രം നമുക്ക് പഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവർ കല്യാണം കഴിച്ചതെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഇതൊന്നും ഇവർ നോക്കിയിട്ടില്ല. ഇവർ രണ്ടുപേരും സിനിമയിലുള്ള ടോപ്പായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു സിനിമാ ഭാവിയുള്ള നല്ല കഴിവുള്ളത്, അതായത് മഞ്ജു വാര്യരുടെ അഭിനയം നോക്കിയാലും ദിലീപിന്റെ അഭിനയം നോക്കിയാലും നല്ല ടോപ്പ് ലെവലിലുള്ള ആക്ടേഴ്സും ആക്ട്രസാണ്. അപ്പൊ അങ്ങനെയുള്ള രണ്ടുപേര് ഇവര് വേറെ നോക്കിയിട്ടുണ്ടാവില്ല, ഇവര് വിചാരിച്ചിട്ടുണ്ടോ നമുക്കൊരു പവർ കപ്പിൾ ആവാൻ പറ്റും, ജീവിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഇവര് രണ്ടുപേര് രണ്ട് വ്യത്യസ്തമായ ഒരു ആഗ്രഹങ്ങളുള്ള വ്യക്തികളായിട്ട് എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ പേഴ്സണായിട്ടുള്ള വ്യക്തികളായിട്ടാണ് മനസ്സിലായത്. അപ്പോ അങ്ങനെയുള്ള വ്യക്തികൾ തമ്മില് പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഘടകം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു കാരണം വെച്ചാൽ ആ റിലേഷൻ മുന്നോട്ട് പോകില്ല. അപ്പൊ അതാണ് ഇവരുടെ കാര്യത്തിൽ നടന്നേക്കുന്നത്, പറഞ്ഞ മനസ്സിലായ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാണ്ട് കല്യാണം കഴിച്ചതിന്റെ ഒരു ഇഷ്യൂ ആണ് ഇവർക്ക് ഉണ്ടായത്. അല്ലാണ്ട് ഇവിടെ മഞ്ജു വാര്യരുടെ ഒരു പൊട്ട പെണ്ണോ സ്ത്രീ, അല്ലെങ്കിൽ തെറ്റുകാരിയോ, അല്ലെങ്കിൽ ദിലീപ് പൊട്ട പുരുഷനോ തെറ്റുകാരനോ എന്നൊന്നല്ല അവിടെ ടോപ്പിക്, അല്ലെങ്കിൽ അതല്ല അവിടുത്തെ കാര്യം. കുറെ അറിയാത്ത കുറെ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ ദിലീപിനെ സപ്പോർട്ട് ചെയ്യും, മഞ്ജു വാര്യറിനെ എതിർക്കും, അല്ലെങ്കിൽ മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യും, ദിലീപിനെ എതിർക്കും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, പറഞ്ഞ മനസ്സിലായി. അവരോട് പറയാനുള്ളത് അതായത് ഇതൊന്നും അല്ലതിന്റെ കാര്യങ്ങൾ, പറഞ്ഞ മനസ്സിലായില്ലേ. ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഇതാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് യോജിച്ച ആളാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കല്യാണം കഴിക്കും, ഇനി വരുന്ന തലമുറയിലുള്ള ആൾക്കാർ, പറഞ്ഞ മനസ്സിലായില്ലേ. അങ്ങനെ അല്ലെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് മാത്രം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി ഒരു 95% ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡിവേഴ്സുകളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക, ശ്രദ്ധിച്ച് കല്യാണം കഴിക്കുക.